ഗുഡ് മോർണിംഗ്. ഈ വീഡിയോ നിങ്ങൾ കയ്യിലെത്തുമ്പോഴത്തേക്കും എത്ര ദിവസം കഴിഞ്ഞെന്ന് എനിക്ക് തന്നെ അറിയാൻ പാടില്ല, കാരണം എഡിറ്റ് ചെയ്ത് വന്നപ്പോഴത്തേക്ക് ലേറ്റായി. ഇത് നമ്മുടെ പൃഥ്വിരാജിൻ്റെ പുതിയ മൂവിയാണ് ഖലീഫ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു ലൊക്കേഷൻ ഞാൻ ജസ്റ്റ് ഇങ്ങനെ നിങ്ങളെ ഒന്ന് കാണിക്കാം, നിങ്ങളെന്ന് പരിചയപ്പെടുത്താൻ എട്ടുന്നേ ഉള്ളൂ. അപ്പം ഞാൻ രാവിലെ തന്നെ എഴുന്നേറ്റ് വന്നു. എൻ്റെ കൂടെ അഭിനയിക്കുക ഒരു കുഞ്ഞു വേഷമാണ്, ഒരാളും കൂടി ഉണ്ടായിരുന്നു. അത് ആരാണെന്ന് നിങ്ങൾക്കറിയില്ല, പക്ഷേ എൻ്റെ ഒരു ഫ്രണ്ടാണ്. ഒരു കസ്റ്റംസ് ഓഫീസറായിട്ടായിരുന്നു. കോസ്റ്റ്യൂമൊക്കെ കിട്ടി, നല്ലൊരു ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. ഇന്ദ്രൻസ് ഏട്ടൻ്റെ കൂടെയുള്ളൊരു സീനാണ്. അപ്പം ഞാനൊരു സെൽഫിയൊക്കെ എടുക്കാൻ വിചാരിച്ച് പിന്നെ മറന്നുപോയി. യൂണിഫോമൊക്കെ ഇട്ട് സെറ്റായി. ഈ ഒരു വൈറ്റ് കോസ്റ്റ്യൂം എനിക്ക് തോന്നുന്നു നമ്മുടെ മലയാളം സിനിമയിൽ ലേഡീസ് അങ്ങനെ ആരും ഇട്ടിട്ടില്ല എന്ന് തോന്നുന്നു, കാരണം ഞാൻ കുറേ ഗൂഗിൾ ചെയ്തു. അപ്പോൾ ഈ ഒരു കോസ്റ്റ്യൂം ആദ്യമായിട്ട് ഇട്ടതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റിൽ ഞാൻ കുറേ വീഡിയോസൊക്കെ എടുത്തു. ഞാൻ കുറേ ഗൂഗിൾ ചെയ്ത് നോക്കി പഴയതും പുതിയതുമായിട്ടുള്ള മൂവീസ്. അപ്പം കസ്റ്റംസ് ഓഫീസറായിട്ട് ഞാൻ തന്നെ കണ്ടെത്തിയതാണ്, ഈ ഒരു വൈറ്റ് ലേഡീസിന് വരുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. ചിലപ്പോൾ അതായിരിക്കാം ഇങ്ങനൊരു കോസ്റ്റ്യൂം നമ്മൾ യൂസ് ചെയ്യാത്തതിൻ്റെ മെയിൻ കാരണം എന്നെനിക്ക് സ്വയം ഫീൽ ചെയ്തു കേട്ടോ. കാര്യം കൃത്യമായിട്ടൊന്നും അറിയില്ല, കാരണം ഈ ഒരു വൈറ്റ് എന്ന് പറയുന്നത് ചെറുതായിട്ട് നമ്മൾ എവിടെയെങ്കിലും ഒന്ന് ഇരുന്ന് കഴിയുമ്പോഴത്തേക്ക് പെട്ടെന്ന് ചീത്തയാവും. അത്രയും വെൽ മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ട് നടക്കേണ്ട ഒരു യൂണിഫോമാണിത്. With whom I stay like this, I think what my father. നമ്മുടെ ഈ ഒരു ഷൂട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഒരുപാട് ഫോറിനേഴ്സ് ഉണ്ടായിരുന്നു, കാരണം എനിക്കൊന്ന് ലണ്ടനിലാണ് ബാക്കി ഭാഗം ഷൂട്ട് ചെയ്യുന്നത്. അപ്പോഴത്തേക്ക് ഒരുപാട് ഫോറിനേഴ്സ്, ആഫ്രിക്കനായിട്ടും അതേപോലെ US അങ്ങനെ പല രാജ്യങ്ങളിൽ നിന്നുള്ള കുറേ പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇവരൊക്കെ പൃഥ്വിരാജിൻ്റെ കൂടെ അഭിനയിക്കുന്ന ആർട്ടിസ്റ്റായിട്ട് അഭിനയിക്കുന്നവരാണ്. അപ്പോൾ അത്യാവശ്യം പരിചയപ്പെട്ടു, കാരണം എനിക്ക് അവരാരെയും അറിയില്ലായിരുന്നു. അവിടെ വന്നപ്പം ചെറിയൊരു കൂട്ടായി. അങ്ങനെ ഞങ്ങളുടെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാൻ കുറച്ച് റീൽസൊക്കെ എടുത്ത് വീട്ടിലോട്ട് വന്നു. പക്ഷേ ഇത് ഞാൻ പോസ്റ്റ് ചെയ്യുന്നത് ഒരു ദിവസത്തെ വീഡിയോ അല്ല, 1.5 ദിവസത്തെ വീഡിയോ ആയിരിക്കും. കാരണം അതിനുശേഷം എൻ്റെ ഫ്രണ്ട്സ് കുറച്ച് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതാരാണ് എന്താണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ വഴിയെ കാണിക്കാം. അങ്ങനെ ഈ ഒരു ഷൂട്ട് ഓൾമോസ്റ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ വേറൊരു ഷൂട്ടിലേക്ക് പോയി. കാരണം ബാക്ക് ടു ബാക്ക്, ലൊക്കേഷൻ ടു ലൊക്കേഷൻ നമ്മൾ തമാശക്ക് പറയുമെങ്കിലും ഈ ഒരു ഡേ അത്ര ഹെക്റ്റിക്കായിരുന്നു. എനിക്ക് ഈ യൂണിഫോം അഴിച്ച് വെക്കാനേ തോന്നുന്നുണ്ടായിരുന്നില്ല, കാരണം ഇതിനോടൊരു പ്രൗഡ് ഫീൽ എനിക്കിത് ഇടാൻ സാധിച്ചു, ഈ ഒരു ലൈഫിൽ ഇടാൻ സാധിച്ചു എന്ന് പറയുന്നത് ഭയങ്കര വലിയൊരു കാര്യമാണ്. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഞാൻ കോസ്റ്റ്യൂമൊക്കെ ചേഞ്ച് ചെയ്യാൻ പോവാണ്. എൻ്റെ കുറച്ച് ഫ്രണ്ട്സ് ബാംഗ്ലൂരിൽ നിന്ന് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവരുടെ ഫേസ് കാണിക്കാൻ പറഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കര ചമ്മലാണ്, അവർ വേണ്ടാന്ന് പറഞ്ഞ് എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കാണിക്കാം. അപ്പം ഞങ്ങൾ ചിയാങ്ങിൽ വന്ന് ചെറിയൊരു ലഞ്ചൊക്കെ കഴിച്ചു. അതിനുശേഷം ഞാൻ ഡയറക്റ്റ് ഷൂട്ടിംഗ് ലൊക്കേഷനിലോട്ട് പോയി. ചിയാങ്ങിലെ സ്പെഷ്യൽ ഡിഷൊക്കെ ഓർഡർ ചെയ്തു. പക്ഷേ എനിക്ക് അത്ര അടിപൊളിയായിട്ട് തോന്നിയില്ല, കാരണം എല്ലാ ടൈമും നമുക്ക് ഒരേ ക്വാളിറ്റിയിൽ കിട്ടണമെന്നില്ല. പക്ഷെ എന്നാലും അത്യാവശ്യം കഴിച്ചായിരുന്നു. ഒരു പ്ലാസ്റ്റിക്കൊക്കെ കിട്ടി, ഇച്ചിരി കച്ചറയായി. അപ്പോൾ എല്ലാം കഴിഞ്ഞ് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ വന്നു. ഞാൻ ഭയങ്കര ടയേർഡായി. നിങ്ങൾ വിചാരിക്കും നമ്മളിപ്പോൾ മോഡൽസ് ആണെങ്കിലും ആക്ട്രസ് ആണെങ്കിലും നമ്മൾ വിചാരിക്കുന്ന പോലെ ബെഡോ അല്ലെങ്കിൽ മാട്രസോ അല്ലെങ്കിൽ ഒരു സോഫയോ ഒന്നും കിട്ടണമെന്നില്ല. ചിലപ്പോൾ നിലത്തായിരിക്കാം കിടക്കുന്നത്, ചിലപ്പോൾ വഴിയരികിലായിരിക്കും. അങ്ങനെ എല്ലാം എക്സ്പീരിയൻസ് ചെയ്തിട്ടാണ് കേട്ടോ ഞാൻ ഈ ഒരു ഫീൽഡിൽ ഇങ്ങനെ നിൽക്കുന്നത്.
അപ്പോൾ എനിക്ക് അതിൽ യാതൊരു മടിയോ വിഷമമോ കുറ്റബോധമോ ഒന്നും തോന്നിയിട്ടില്ല. കാരണം ഇതൊക്കെ നമ്മുടെ ലൈഫിൻ്റെ ഒരു പാർട്ടായിട്ട് കാണാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഞങ്ങളൊരു 5 പേരുണ്ടായിരുന്നു ഇന്നത്തെ ഷൂട്ടിന്. ഞങ്ങളുടെ ന്യൂസ് റീഡിങ് പോലെ ഒരു LICയുടെ ആഡാണ്. അപ്പോൾ ഇത് കഴിഞ്ഞ് ഞാൻ ഒന്ന് ഉറങ്ങിപ്പോയി. അപ്പോൾ എടുത്ത വീഡിയോ ക്ലിപ്സാണ് ഇതും കൂടെ ഞാൻ ഇതിനകത്ത് ആഡ് ചെയ്തു. Silence. തൂങ്ങിയാ என்னாச்சு? எல்லாரும் தூங்கி எந்திரிச்சிட்டு தான் கிளம்புவாங்க, மேக்கப் போடுவாங்க. ஆனா இவரு മേക്കപ്പ് പോട്ടിട്ട് തൂങ്ങുறாரு. That's all dialogue. ഞാൻ പറയാം, എല്ലാരും തൂങ്ങി എഴുന്നേറ്റിട്ട് മേക്കപ്പ് പോടുവേ, എഴുന്നേറ്റിട്ട് മേക്കപ്പ് പോടുവേ, മേക്കപ്പ് പോട്ടിട്ട് തൂങ്ങുறாரு. മേക്കപ്പ് പോട്ടിട്ട് തൂങ്ങുവേ. போட்டோவா? ஸ்டோரி போட்டுருங்க. ഹലോ ഗൈസ്, നമ്മളെല്ലാരും തൂങ്ങിയിട്ട് മേക്കപ്പ് பண்ணுவே. ஆனா இவர்களு மேக்கப் பண்ணிட்டு தூங்குவே. No, I am not. இவர்களா ഫുള്ള് മേക്കപ്പ് ഫേസില്, ആണാ തൂങ്ങിയിരിക്കവേ. ഇതെന്നെ മോഡലാ? അത് ആക്ടറാ? எழுந்திருச்சு, எழுந்திரு. உங்களை மலையாளம் ஆக்டர் கைலாஷ் மாதிரி இருக்கிற. வாவ் சார், thank you legend star, thank you. பட் தூக்கம் வருது, என்ன பண்றது? தூக்கம் வருவா? இவங்கலாம் தூங்குறாங்க, இவங்களுக்குலாம் தூங்குறதுக்கு டைம் கிடைச்சிச்சு, எனக்கு தூங்குறதுக்கு டைம் கிடைக்கல. உங்கள வேலை என்ன? சாப்பிடணும், தூங்கணும். ஓகே, பை பை பை. ஓகே, bye bye. See ya. Share it to me. Yeah, I'll text. Yeah, send me message. ഒരു ബോസിന്റെ കീഴിൽ ജോലി ചെയ്ത് മടുത്തോ? നിങ്ങൾക്ക് നിങ്ങളുടെ സ്വന്തം ബോസ് ആകാൻ കഴിഞ്ഞാലോ? ഒരു ഇൻഷുറൻസ് ഉപദേഷ്ടാവ് എന്ന നിലയിൽ നിങ്ങൾക്ക് അവസരമുണ്ട്. വീട്ടിൽ നിന്ന് ജോലി ചെയ്യുക, എവിടെ നിന്ന് ജോലി ചെയ്യുക, നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോഴെല്ലാം ജോലി ചെയ്യുക. സമയപരിധിയില്ല, ഓഫീസ് രാഷ്ട്രീയമില്ല. നിങ്ങളുടെ സമയത്തിനും വരുമാനത്തിനും പൂർണ്ണ നിയന്ത്രണം മാത്രം. നിക്ഷേപമില്ല, ലോകോത്തര പരിശീലനം, അന്താരാഷ്ട്ര യാത്രകൾ, അംഗീകാരം എന്നിവ പോലുള്ള പ്രതിഫലങ്ങൾക്കൊപ്പം നിങ്ങളുടെ വിജയം നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കുന്ന ഒരു കരിയറാണ്. ഇത് കണ്ടിട്ട് നിങ്ങൾ ഓർക്കുന്നുണ്ട് ഇതെന്താണ് ഞാൻ ഈ കാണിക്കുന്നത്? ഇതിനകത്ത് കോസ്റ്റ്യൂം, ഡ്രസ്സ് ഇവർ തരും. നമ്മുടെ കയ്യിലുള്ള ഓൺ കോസ്റ്റ്യൂംസ് ഉപയോഗിക്കാം. പക്ഷേ കുറച്ചും കൂടെ ആപ്റ്റായിട്ടുള്ള, അതായത് ഗ്രീൻ സ്ക്രീൻ പുറകിൽ വരുമെങ്കിലും അതിന് ആപ്റ്റായിട്ടുള്ള കളേഴ്സ് ഇവർ ഡിസൈഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് അവർ തന്നെ കോസ്റ്റ്യൂം തരും. പക്ഷേ അത് അയൺ ചെയ്ത് മെയിൻറ്റെയിൻഡ് ആയിട്ട് കൊണ്ടു നടക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ്. അപ്പം ഞങ്ങൾ 5 മോഡൽസ് ഉള്ളത്, 5 പേരും സ്വയം നമ്മൾ എന്താണ് ഇടുന്നത് അത് കൃത്യമായിട്ട് അയൺ ചെയ്യണം. കാരണം അല്ലെങ്കിൽ അത് ക്യാമറയിലോട്ട് കാണുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പം ഞാൻ തന്നെ ഈ ഒരു കോസ്റ്റ്യൂം അയൺ ചെയ്തിടുവാണ്. നമ്മുടെ ഈ ഒരു ലൈഫിൽ എല്ലാം ചെയ്യണം, അയൺ ചെയ്യണോ അല്ലെങ്കിൽ തുണി അലക്കണോ, അങ്ങനെ യാതൊരു മടിയും കാണിക്കരുത്. അപ്പം ഇച്ചിരി സമയമൊക്കെ എടുത്ത് നന്നായിട്ട് അയൺ ചെയ്തു. എനിക്ക് തോന്നുന്നൊരു 4-5 കോസ്റ്റ്യൂം ചേഞ്ച് വരും. ഏകദേശം ഒരു 12 മണിയൊക്കെ ആവുമെന്ന് ഞാൻ എക്സ്പെക്റ്റ് ചെയ്യുന്നു. കാരണം എല്ലാവരും തീർത്ത് പോകണമല്ലോ. അങ്ങനെ എന്തായാലും ലേറ്റ് ആവും. ഞാൻ രാവിലെ 5 മണിക്ക് എഴുന്നേറ്റതാണ്. ഇപ്പം സമയം എനിക്ക് തോന്നുന്നൊരു 9 മണിയൊക്കെ ആവാറായി. അപ്പോൾ ഏതാണ്ട് ഷൂട്ട് സ്റ്റാർട്ട് ചെയ്തു. അപ്പം എൻ്റെ പോർഷൻ എനിക്ക് നിങ്ങളെ കാണിക്കാൻ പറ്റുമോ അറിയില്ലെങ്കിലും ആരുടെയെങ്കിലുമൊക്കെ കാണിച്ചു തരാം. ഓക്കെ, கொஞ்சம் அவ்வளோ
ഇതൊരു തമിഴാണ്, തമിഴ് സ്ക്രിപ്റ്റാണ്. അപ്പം ഒറിജിനൽ തമിഴരെ തന്നെ കൊണ്ടുവന്ന് അവരെ ചെയ്യിപ്പിക്കുവാണ്. ഓക്കെ കാല് മേലെ കയറ്റി വെച്ച് அதுதான் அவ்வளோதான் அത്ര உங்க கை அங்கே போக வேண்டாம் கை இங்கே வந்து இல்லை நேரே இருக்கட்டும் அப்படி இருக்கு ஓகே கரெக்ட் ரோல் ஆக்ஷன் ரிட்டையர்மெண்ட் ஆனதுக்கு அப்புறம் மணி கேட்கணும் என்று வரக்கூடாது இல்லையா? பிகாஸ் ஃபினான்ஷியல் இண்டிபெண்டன்ஸ்க்கு ஏஜ் லிமிட் எதுவுமே இல்லை. இப்போ பாருங்க, இன்ஃப்ளேஷன் டே பை டே உயருது, மெடிக்கல் காஸ்ட் கூடிக்கொண்டே இருக்குது. ஜஸ்ட் சேவிங்ஸை மட்டும் டிபெண்ட் பண்றது ரிஸ்கி தான். ஆனா இமேஜின் பண்ணுங்க, ரிட்டையர்மெண்ட்டுக்கு அப்புறம் கூட 9 to 5 ஜாப் இல்லாமலே இன்கம் ஏர்ன் பண்ணலாம்னு எப்படி இருக்கும்? சாரி, അങ്ങനെ ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ വീണ്ടും ചിയാങ്ങിൽ തന്നെ എത്തി. എന്തോ ഒരു ചിയാങ് ശവമാണിന്ന്, കാരണം ഇന്ന് രാവിലെയും രാത്രിയും ഉച്ചക്കും എല്ലാ സമയം ചിയാങ് തന്നെയായിരുന്നു. അപ്പോൾ ഇവിടെ വന്നപ്പോഴത്തേക്ക് അമേരിക്കൻ ചോപ്പ് സ്വീ എന്ന് പറഞ്ഞിട്ട് എൻ്റെ ഒരു ഫേവറേറ്റ് ഡിഷ് ഓർഡർ ചെയ്തു. കാരണം എനിക്ക് ആ പുളിയും മധുരവും എരിവും കയ്പും എല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഇഷ്ടമാണ്. അങ്ങനെ ഞങ്ങൾ ഈ ഒരു ഗ്രേപ്പ് ജ്യൂസും കൂടെ ഓർഡർ ചെയ്തു. എല്ലാം കഴിച്ച് ഭയങ്കര ഇഷ്ടമായി. പുറത്ത് കാണുന്നതിനുള്ള പ്രശ്നമാണ് നിന്റെ അതിന്റെ ഒരു കുറവാണ്. ഹലോ ഗൈസ്, അങ്ങനെ ഇന്നത്തെ ഹെക്ടിക് ഹലോ ഗൈസ്, ഐ എം സോ ടയേർഡ്. അതുപോലെ തന്നെ രജിച്ചേട്ടനും ഇന്നത്തെ അപ്പോൾ 8 മണിക്കൂർ കൂടുതൽ ഇന്ന് വർക്ക് ചെയ്ത് 5 to 5 വരുമ്പോഴത്തേക്ക് തന്നെ 10 മണിക്കൂറായി. അതെന്ത് കണക്കാ? ശരിയാണല്ലോ, മോർണിംഗ് 5 to ഈവനിങ് 5, 12 hours വർക്ക് ചെയ്താ. അപ്പൊ 5 മുതൽ പിന്നെ 12 വരെ 7 hours. So totally 19 hours ആണ് ഗൈസ് വർക്ക് ചെയ്തത്. നിങ്ങൾ വിചാരിക്കും ഇതൊക്കെ എളുപ്പമാണെന്ന്. ഒട്ടും എളുപ്പമല്ല കേട്ടോ. ഉറങ്ങുകയും ചെയ്യാതെ 5 മണിക്കൊക്കെ എഴുന്നേറ്റ് പോകുന്ന പറയുന്നത് കഷ്ടപ്പാടാണ്. അത് മേക്കപ്പ് ഇട്ട് ഭയങ്കര ഹെവി ലൈറ്റൊക്കെ ആയിരിക്കും. അപ്പോൾ രജിച്ചേട്ടൻ അതിൻ്റെ കഷ്ടപ്പാട് അറിയാം. അദ്ദേഹം നമുക്ക് നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ഒരു ബ്രീത്ത് പോലും എടുക്കാൻ പറ്റാതെയാണ് 5 മോഡൽസിനെ വെച്ച് ഷൂട്ട് ചെയ്തത്. നമ്മൾ ഫുഡൊക്കെ കഴിച്ച്, ഫുഡാണെങ്കിൽ നമ്മുടെ ചിയാങ്ങിൽ ഫുഡായിരുന്നു. വയറൊക്കെ കത്തി പണ്ടാരടങ്ങിയുള്ള ചില്ലി ഫ്ലേക്സൊക്കെ കഴിച്ച്. അപ്പോൾ അതിൻ്റെ റിസൾട്ടിന് നാളെ അറിയാം. അപ്പോൾ അതുവരേക്കും ഷിനു സൈനിങ് ഓഫ്. ബൈ ഗായ്സ്. സുരേഷേട്ടാ ബൈ. ചിയാങ്ങിലെ ഫുഡ് കഴിച്ച് വയറ് പുകയാൻ തുടങ്ങി. അങ്ങനെ ഞങ്ങൾ നാച്ചുറൽസിൽ വന്ന് നമ്മുടെ ഒരു സീതാഫൽ ഐസ്ക്രീം കഴിച്ചു. ഭയങ്കര ടേസ്റ്റാണ് കേട്ടോ, അടിപൊളി. ഇത് സെക്കൻഡ് ഡേ ആണ് ഷൂട്ട് ചെയ്തത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സ് വന്നിട്ടുണ്ടായിരുന്നു. ഞങ്ങൾ യു ആൻഡ് മീ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുവാണ്. അപ്പോൾ എൻ്റെ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് എന്ന് പറയാം. കാരണം എനിക്ക് ഇവിടെ എത്തുമ്പോൾ ഭയങ്കര സന്തോഷമാണ്, ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞാൻ ഇവിടെ വന്നിരിക്കുമ്പോഴത്തേക്ക് ഞാൻ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. അത് ഈ അവസരത്തിൽ എന്തിനാ പറഞ്ഞേ? ഇതെൻ്റെ ഫേവറേറ്റ് ഡിഷ് ആട്ടോ, സുഷി. ഇത് കഴിക്കാൻ ഭയങ്കര ഒന്നുമില്ലെങ്കിലും നമ്മുടെ റൈസും പച്ച മീനും ഒക്കെയാണ്. ഇത് കഴിക്കുന്നവർക്ക് ഇഷ്ടപ്പെടും, അല്ലാത്തവർക്ക് വോമിറ്റിംഗ് ടെൻഡൻസി ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഞാനൊരു സുഷി കൊതിച്ചി ആയതുകൊണ്ടും വേറെ ഫുഡ് എനിക്ക് ഇഷ്ടമല്ലാത്തതുകൊണ്ടും വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തു. ഒരു ഡിഫറെൻറ്റ് ഫ്ലേവർ. ഇതിനകത്ത് കുറച്ചും കൂടെ ഇൻഗ്രീഡിയൻസ് ആഡഡ് ആണ്.
കഴിക്കാൻ പോവാണ്. സുഷി. ഇനി ലഞ്ചാണ് കേട്ടോ. ഈ ഒരു സ്ഥലം കുറച്ച് പേർക്കെങ്കിലും അറിയായിരിക്കും. ഇത് നമ്മുടെ കഫേ ദ ബാങ്കോക്ക് എന്ന് പറഞ്ഞിട്ടൊരു റെസ്റ്റോറൻ്റാണ്. അപ്പോൾ ഇവിടുത്തെ മെനു ഭയങ്കര ഡിഫറെൻ്റ് ആണ്. നമ്മൾ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത മാമ്പഴവും ചോറുമാണിത്. ഇതെന്ത് കോമ്പിനേഷനാണെന്ന് തമ്പുരാൻ അറിയാം. കാരണം ഞാൻ എൻ്റെ ലൈഫിൽ ഇന്നേ വരെ കണ്ടിട്ടുമില്ല, കഴിച്ചിട്ടില്ല. ഇന്ന് കഴിച്ചു നോക്കാം. ഇത് മാംഗോ സീസൺ അല്ലാത്തതുകൊണ്ട് ഫ്രോസൺ ആയിരുന്നു. ഇനി ഇതൊക്കെ എന്തുവാണെന്ന് എനിക്കറിയാൻ പാടില്ല. മോമോസിനെ പോലെ തോന്നിയെങ്കിലും എന്തൊക്കെയോ ഡിഷസാണ്, പക്ഷേ കളർഫുള്ളാണ്. ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്ക് ഇവരെയും കൂടെ ആഡ് ചെയ്യണമെന്ന് എനിക്ക് എന്തോ തോന്നി. അങ്ങനെ ഞാൻ എല്ലാവരെയും കൂടെ വീഡിയോനകത്ത് ആഡ് ചെയ്ത്. കാരണം ആരാണ് കഴിക്കുന്നത്, എവിടെ നിന്നാണ് കഴിക്കുന്നത്, അറ്റ്ലീസ്റ്റ് ഒരു ഐഡിയ വേണ്ടേ. അപ്പം എൻ്റെ ഒരു കോസ്റ്റ്യൂം ഭയങ്കര ഒബ്സസ്ഡ് ആണ് ഞാൻ എന്നിൽ തന്നെ. കാരണം എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ് ഇങ്ങനെയൊരു കോസ്റ്റ്യൂം. അപ്പം ഞാനിത് കഴിച്ചത് എന്താണെന്നല്ല, ബീഫാണ്. അത് കഴിഞ്ഞിട്ട് ഇതൊരു ഐസ്ക്രീമാണ്. ഇതൊക്കെ കണ്ടാൽ തോന്നുമോ ഇതൊക്കെ ഇതാണ് അതാണെന്ന്? അതാണ് ഇതിൻ്റെ പ്രത്യേകത. ഞാൻ ഇടയ്ക്ക് ഓർത്തു ഞാനൊരു ചൈനക്കാരി ആയിരുന്നെങ്കിൽ എന്ന്, അല്ലെങ്കിൽ കൊറിയൻകാരി ആയിരുന്നെങ്കിൽ എന്ന്. അത് കഴിഞ്ഞിട്ട് വന്ന ഡെസേർട്ടാണിത്. സംഭവം ക്യൂട്ടായിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമായെന്ന് വെച്ചാൽ ഭയങ്കര ഇഷ്ടമായി. ഞാൻ എൻ്റെ ലൈഫിൽ കുറേ റീൽസിൽ കണ്ടിട്ടുണ്ടെങ്കിൽ നേരിട്ട് ആദ്യമായിട്ടാണ് കേട്ടോ. ഇത് കാണുന്ന പോലെ തന്നെ ക്യൂട്ടാണ്, കഴിക്കാൻ അതിനേക്കാൾ ഭയങ്കര രസമാണ്. അപ്പോൾ എനിക്ക് അവർ പറയുന്നുണ്ടായിരുന്നു, നിനക്കിതുപോലൊരു 2-3 പൂജക്കുട്ടി വാങ്ങിച്ചു തന്നാൽ പിന്നെ പെറ്റ്സിനെ വേണമെന്ന് നീ പറയില്ലല്ലോ, അതും കൊണ്ട് ഇരുന്നുള്ളൂ. കാരണം നമ്മൾ ലേഡീസിൻ്റെ പ്രത്യേകതയാണ്, നമുക്ക് ഇഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ചിലപ്പോൾ ഭയങ്കര സിമ്പിളായിരിക്കും, പക്ഷെ നമ്മളതിൽ ഒരുപാട് സന്തോഷം കണ്ടെത്തും. ഞാനും അതിലൊരാളായിട്ട് എനിക്കന്ന് തോന്നി.